ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായിട്ടുള്ള പദവിയെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പഠിക്കേണ്ട ഭാഗങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യൻ പൊളിറ്റിയിൽ ഏതൊരു പൊളിറ്റി എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഭരണ സംവിധാനത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഗവൺമെന്റിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. എന്തൊക്കെയാ നിങ്ങൾക്കറിയാം? ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നിയമനിർമ്മാണം അല്ലെ? നിയമനിർമ്മാണം. പിന്നെ എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണം. നിയമം നിർമ്മിക്കുന്ന ഒരു ടീം, അത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യുന്നു? ആ കാര്യങ്ങള്, ആ നിയമവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന ടീമാണ് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. പിന്നീട് ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം അല്ലെ? നീതിന്യായ വിഭാഗം. ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന. ലെജിസ്ലേച്ചറിനകത്ത് എന്തൊക്കെ വരും? നിങ്ങൾക്കറിയാം, നിയമം നിർമ്മിക്കുന്നവരാരാ? പാർലമെന്റ് അല്ലെ? ഇന്ത്യൻ കേന്ദ്ര സഭയാണെങ്കിൽ, കേന്ദ്ര നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പാർലമെന്റിൽ ആരൊക്കെ പെടുന്നു? നമ്മൾ പഠിക്കാൻ പോകുന്ന രാഷ്ട്രപതി, പിന്നെ ലോക്സഭ, രാജ്യസഭ. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ എന്തായി? പാർലമെന്റ് ആയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു സഭ അല്ലെങ്കിൽ നിയമനിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാ? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്ന് പറയുന്നതാ. രണ്ടാമത് പറഞ്ഞ വിഭാഗം ഏതാ? എക്സിക്യൂട്ടീവ് ആണ് അല്ലെ? കാര്യനിർവഹണം. അവിടെ എന്തൊക്കെ വരും? കാര്യനിർവഹണം എന്ന് പറയുമ്പോൾ അവിടെ മന്ത്രിമാരെ അല്ലെ? ഓരോരോ വകുപ്പുകൾ ചേർന്ന് അത് ഭരിക്കേണ്ടവരായിട്ടുള്ള മന്ത്രിമാരുടെ താഴേക്കുള്ള എല്ലാവരും, ഇപ്പൊ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഉപപ്രധാനമന്ത്രി ആയിക്കോട്ടെ, ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, ഒരു സംസ്ഥാനത്തെ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, അവിടുത്തെ മന്ത്രിസഭകളായിക്കോട്ടെ, പിന്നെ അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ മൊത്തം, നിങ്ങൾ ഉൾപ്പെടെ, നിങ്ങളുടെ ജോലിക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എന്തിന്റെ ഭാഗമായി മാറും? ഇന്ത്യൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി മാറും അല്ലെ? കാര്യനിർവഹണ വിഭാഗമാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഉൾപ്പെടെയുള്ളവർ. പിന്നീട് വരുന്ന മൂന്നാമത്തെ വിഭാഗം ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നീതിന്യായ വിഭാഗം. അതായത് കാര്യനിർവഹണവും നിയമനിർമ്മാണവും കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പരിഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ നിയമത്തെ ഇന്റർപ്രറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? ആ നിയമത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പറയേണ്ട ആൾക്കാരാണ് നീതിന്യായ വിഭാഗം. സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി, അതുപോലെ ജില്ലാ കോടതി, സെഷൻസ് കോടതി, മുനിസിഫ് കോടതി, സബ് കോടതി, മജിസ്ട്രേറ്റ് കോടതി, അങ്ങനെ എല്ലാ തരം കോടതികളും ഏതിനകത്ത് വരും? നീതിന്യായ വിഭാഗത്തിനകത്ത് വരും. ഇതാണ് ഗവൺമെന്റിന്റെ ഘടന എന്ന് പറയുന്നത്. ഒരു സർക്കാരിന്റെ, ഏതൊരു സർക്കാരിന്റെയും, ഇത് ഇന്ത്യയിലെ മാത്രമല്ല, സാധാരണയായിട്ടൊരു പൊളിറ്റിയുടെ ഘടന എന്ന് പറയുന്നത് മൂന്ന് വിഭാഗങ്ങളാണ്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ അതിനകത്ത് ആദ്യം പറഞ്ഞത് എന്താ? ലെജിസ്ലേച്ചർ അല്ലെ? ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് കേന്ദ്ര ലെജിസ്ലേച്ചറിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചു. രാഷ്ട്രപതി ഉണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതിലാദ്യം ആരെയാ പറഞ്ഞേ? രാഷ്ട്രപതി അല്ലേ? ആ രാഷ്ട്രപതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ രാഷ്ട്രപതിയിലേക്ക് കടക്കാം. അനുച്ഛേദം 52. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിച്ചു. ഭാഗം 4 പഠിച്ചു. അനുച്ഛേദം 36 മുതൽ 51 വരെയാണെന്ന് പഠിച്ചു. അതിനുശേഷം ഭാഗം 4A അനുച്ഛേദം 51A എന്ന് പറയുന്ന മൗലിക കടമകളുണ്ടെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് എവിടേക്ക് എത്തി? അനുച്ഛേദം 52. അപ്പൊ ഏതായിരിക്കും ഭാഗം? ഭാഗം 5. 5ൽ രാഷ്ട്രപതിയെ കുറിച്ച് മാത്രമല്ല, യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് അഥവാ ദ യൂണിയൻ എന്ന് പറയുന്ന ഭാഗമാണ് ഭാഗം 5 വരുന്നത്. ഭാഗം 5ൽ ആദ്യം തുടങ്ങുന്നത് 52ാമത്തെ അനുച്ഛേദം മുതലാണ്. 52ാമത്തെ അനുച്ഛേദം മുതൽ 151 വരെ, 151 വരെയാണ് നമ്മുടെ 5ാമത്തെ ഭാഗം വരുന്നത്. അനുച്ഛേദം 52 മുതൽ 151 വരെ ഭാഗം 5. അതിൽ ആദ്യം വരുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ അല്ലെ? അപ്പൊ രാഷ്ട്രപതി, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട് എന്ന് പറയുന്ന അനുച്ഛേദമാണ് 52. അനുച്ഛേദം 52 എന്താ? ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട് എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 52. അനുച്ഛേദം 53ലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്, പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നു. മനസ്സിലായോ? അതായത് അനുച്ഛേദം 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട് എന്ന് പറയുന്നു. അനുച്ഛേദം 53 എന്ത് പറയുന്നു? ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് എന്ന് പറയുന്നു. രാഷ്ട്രപതിയുടെ വലിയൊരു പ്രത്യേകത ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് അല്ലെ? ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. അപ്പൊ റിപ്പബ്ലിക്കിനെ കുറിച്ചെല്ലാം നമ്മൾ ആമുഖം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഇവിടെ രാഷ്ട്രപതിയെ കുറിച്ച് പറയുമ്പോൾ റിപ്പബ്ലിക്കിനെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ തലവനെ
രാഷ്ട്രത്തിന്റെ തലവനെ അവിടുത്തെ ജനങ്ങൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, പ്രത്യക്ഷമായോ പരോക്ഷമായോ അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, കാലാകാലങ്ങളായിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു രാഷ്ട്ര തലവനുണ്ടെങ്കിൽ ആ രാജ്യത്തെ എന്ത് വിളിക്കാം? റിപ്പബ്ലിക് എന്ന് വിളിക്കാം. ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്ര തലവനെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷമായോ പരോക്ഷമായോ തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. ഏത് തരത്തിലുള്ള തെരഞ്ഞെടുപ്പാന്നൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഇന്ത്യയിലെ തലവൻ ആരാണ്? രാഷ്ട്ര തലവനാണ് രാഷ്ട്രപതി. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആവാനുള്ള കാരണം ആരാണ്? രാഷ്ട്രപതി എന്ന് പറയുന്ന പദവിയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അനുച്ഛേദം 54 കടക്കാം. 54 പറയുന്നു രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 54. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതി, ആ ഒരു മെത്തേഡ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് അയർലാൻഡിൽ നിന്നുമാണ്. നമ്മൾ കടമെടുത്ത വസ്തുതകളിൽ അത് പഠിച്ചതാ. അയർലാൻഡിൽ നിന്നുമാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുക്കുന്ന രീതി, എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ ആ ഒരു മെത്തേഡ് കടമെടുത്തിട്ടുള്ളത് എവിടെന്നാ? അയർലാൻഡിൽ നിന്നുമാണ്. അപ്പൊ 52 എന്ന് പറയുന്നു രാഷ്ട്രപതിയുടെ നിർവചനം. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട്. 53 എന്ന് പറഞ്ഞു ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 54 എന്ന് പറയുന്നു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആരാണ്? തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഠിച്ചു വെക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്താ? നിങ്ങൾ പഠിച്ചത് 243K എന്ന് പറയുന്ന അനുച്ഛേദത്തിലല്ലേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പഠിച്ചത്. 243K വരുന്നത് 73-ാം ഭരണഘടനാ ഭേദഗതിയിലല്ലേ. 73-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താ? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട അല്ലെ. അപ്പൊ 243K ഒക്കെ എവിടെയാ വരുന്നത്? പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണം മാത്രമാണ്. തദ്ദേശ സ്വയംഭരണ ആ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് ആര് നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളും നടത്തുന്ന ആരാ? അത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടത്തുന്ന ആരാ? അത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് എന്തുണ്ട്? ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്. എന്താണ് ഈ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലെ വോട്ടേഴ്സിനെല്ലാം കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇലക്ട്രൽ കോളേജ്. അപ്പോ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണോ അവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന പേരാണ് ഇലക്ട്രൽ കോളേജ്. ആരൊക്കെയാ വരിക? നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്കറിയാത് കാരണം എന്താ? നിങ്ങൾ പത്രം വായിക്കുന്നവരാ അല്ലേ? അറിയില്ലേ? എന്താ? ലോകസഭയിലെയും രാജ്യസഭയിലെയും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭ, അതായത് നിയമസഭകൾ, സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഇലക്ട്രൽ കോളേജിൽ വരുന്നത്. അതായത് ലോകസഭയ്ക്കകത്തുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതുപോലെ തന്നെ നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട എന്നെടുത്ത് പറയുന്നത്? ചില അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാതെ ചില അംഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നുണ്ട്. അവർക്ക് വോട്ടിംഗ് അധികാരമില്ല. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ ഇലക്ട്രൽ കോളേജിൽ ഇല്ല. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വന്നതാണെങ്കിൽ ചോദിച്ചേക്കാം കേട്ടോ. താഴെ തന്നതിനകത്ത് തെരഞ്ഞെടുപ്പുമായിട്ട്, നമ്മുടെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ആദ്യത്തെ പ്രസ്താവനയായിട്ട് കൊടുക്കും. ലോകസഭയിലെ എല്ലാവർക്കും, എല്ലാ അംഗങ്ങൾക്കും എന്ത് ചെയ്യാം? പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. പറ്റുമോ? പറ്റില്ല. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി 55-ാമത്തെ അനുച്ഛേദത്തിലേക്ക് കിടക്കണം. അപ്പൊ 52 കഴിഞ്ഞ് 53 കഴിഞ്ഞ് 54 കഴിഞ്ഞ് എന്താ? 52 രാഷ്ട്രപതിയുടെ നിർവചനം അല്ലെ. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട്. 53 എന്താ? എക്സിക്യൂട്ടീവ് ഹെഡ് ആണ്. 54 എന്താ? തെരഞ്ഞെടുപ്പ്. 55 പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി. 54 55 തെരഞ്ഞെടുപ്പാ. 54 എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമാണ് 54 വരുന്നതെങ്കിൽ 55-ലാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം എന്ന് പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇലക്ട്രൽ കോളേജിനെ കുറിച്ചെല്ലാം 54 പറയുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ച പോയിന്റുകളെല്ലാം 54 പറയുന്നു. ഇനി പറയാൻ പോകുന്ന പോയിന്റ് 55 പറയുന്നത്. അതായത് നമുക്ക് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടാ? നമ്മള് ഓർമ്മയുണ്ടോ? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തെല്ലാം എങ്ങനെയാ? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്.
എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അത് എന്താ രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മാത്രം എന്ത് ചെയ്യാം, മാറ്റാവുന്ന എത്ര പേരുണ്ട്? അപ്പൊ 3 പേര് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്ന് വിചാരിക്കാം. 3 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 3 പേര് മത്സരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് തന്നെ ഒന്നാമത്തെ ആൾക്കും രണ്ടാമത്തെ ആൾക്കും മൂന്നാമത്തെ ആൾക്കും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം എന്നുള്ളതല്ല. അങ്ങനെയാണ് പലരും പഠിച്ചു വെച്ചേക്കണേ. അങ്ങനെയല്ല, ഒന്നാമത്തെ ആൾക്ക് നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്തു, അടുത്ത ആൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ആൾക്ക് വോട്ട് ചെയ്തു, പിന്നെ ഒരാൾ മൂന്നാമത്തെ വോട്ട് ചെയ്തു. അങ്ങനെ വോട്ട് ചെയ്ത് 50% കൂടുതലെങ്കിലും എന്ത് ചെയ്യണം, ഒരാൾക്ക് മാത്രമായിട്ട് ഭൂരിപക്ഷം കിട്ടണം. അങ്ങനെ കിട്ടാതെ വരുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥി ആരാണോ അവരുടെ വോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തുകൊണ്ട് 50% കൂടുതൽ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ഈ തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. വോട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് ആദ്യം പറഞ്ഞു അല്ലെ, ബൈ മീൻസ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് ഞാൻ പറഞ്ഞു. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എന്താ, ജനസംഖ്യയുടെ ആനുപാതികമായി ഓരോ വോട്ടിനും ഓരോ മൂല്യങ്ങൾ കണക്കാക്കുന്നുണ്ട്. നോക്കൂ, MLA-യുടെ വോട്ടിന്റെ മൂല്യമല്ല MP-ക്ക് കിട്ടുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ വോട്ടിന്റെ മൂല്യമല്ല ഒരു സംസ്ഥാനത്തെ MLA-യുടെ വോട്ടിന്. മാത്രമല്ല, കേരളത്തിലെ ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യമല്ല തമിഴ്നാട്ടിലെ MLA-യുടെ വോട്ടിന്റെ മൂല്യം. രണ്ടും രണ്ടാ. കാരണം ജനസംഖ്യയുടെ പ്രൊപ്പോർഷനേറ്റ് ആണ് ഇതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അതാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറയുന്നത്. ഇതാണ് സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റം കടമെടുത്ത അയർലൻഡിൽ നിന്ന് വേണമെന്ന് പഠിച്ചു. സോ അനുച്ഛേദം 55 എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയെ കുറിച്ച് പറഞ്ഞു. അത് ഇനി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാം. 1971 സെൻസസ് പ്രകാരം, സെൻസസ് നിങ്ങൾക്കറിയാം 10 വർഷം കൂടുമ്പോൾ വരുന്ന, 1971 സെൻസസ് പ്രകാരമാണ് ഇപ്പോഴും വോട്ടിന്റെ മൂല്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മൂല്യം പഠിക്കാം. എങ്ങനെയാണ് ഓരോ വോട്ടിന്, ഇപ്പൊ MLA-യുടെ വോട്ടിന്റെ മൂല്യം എങ്ങനെ, MP-യുടെ വോട്ടിന്റെ മൂല്യം എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ ജനസംഖ്യ, ആകെ ആ സംസ്ഥാനത്തെ ജനസംഖ്യ എത്രയാണോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കില്ലേ, അപ്പൊ മൂല്യം മാറിക്കൊണ്ടിരിക്കില്ല? ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. 1971 സെൻസസ് പ്രകാരം 1971 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എത്ര ഡിവൈഡഡ് ബൈ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ എണ്ണം എത്ര, തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ എണ്ണം എത്ര, ഇൻറ്റു 1000 എവിടെയാ, ഡിവൈഡ് ബൈയുടെ താഴെ ഛേദത്തിലാണ് വേണ്ടത് അല്ലെ, ഡിനോമിനേറ്ററിലാണ് ഇൻറ്റു 1000 കൊടുക്കേണ്ടത്. അപ്പൊ പഠിച്ചു വെക്കാൻ എന്താ ചെയ്യേണ്ടത്, MLA-മാരുടെ വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തെ ജനസംഖ്യ ഡിവൈഡഡ് ബൈ ആ സംസ്ഥാനത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ എണ്ണം ഇൻറ്റു 1000. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ കേരളത്തിൽ എന്ത് ചെയ്യുന്നു, 152. ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് 152 ആണ്. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യം എത്രയാ, 152. പഠിച്ചു വെക്കുക. ആകെ വോട്ടുകളുടെ, ആകെ MLA-മാരുടെ, രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും MLA-മാരെ എടുത്തു കഴിഞ്ഞാൽ MLA അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങളുടെ ആകെ വോട്ടുകളുടെ മൂല്യം എന്ന് പറയുന്നത് 5,49,495. പഠിച്ചു വെക്കുക, എളുപ്പ പഠിക്കാൻ. എങ്ങനെ പഠിക്കുക, 5 to 49. കണ്ടോ, 5 ഇവിടെ ഇടയിൽ ഒരു 49, പിന്നെ ഒരു 49, 5 49 49 5. അപ്പൊ MLA-മാരുടെ വോട്ടിന്റെ മൂല്യം പഠിച്ചു. 5 49 5. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? അപ്പോ കേരളത്തിലെ MLA-മാരുടെ വോട്ടുകളുടെ എണ്ണം, ഒരു മൂല്യം എത്രയാ, MLA-മാരുടെ മൂല്യം എത്രയാ, 152. പഠിച്ചു വെക്കുക, 152. 5,49,495 ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം MLA-മാരുടെയും വോട്ടിന്റെ മൂല്യം. പഠിച്ചു വെക്കുക, ഓക്കെ അല്ലേ? ശരി, ഇനി നമുക്ക് MP-മാരിലേക്ക് കടക്കാം. MP-മാരുടെ മൂല്യം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, MLA-മാരുടെ ആകെ മൂല്യം അതെത്രയാ, 5,49,495 അല്ലെ. ആ MLA-മാരുടെ ആകെ മൂല്യം ഡിവൈഡഡ് ബൈ തെരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയും വന്നു, രാജ്യസഭയും വന്നു, പക്ഷേ രാഷ്ട്രപതി ഇല്ലാട്ടോ. ഈ പറയുന്ന കാര്യത്തിൽ രാഷ്ട്രപതി ഇല്ല. കാരണം എന്താ, അത് ശരി, രാഷ്ട്രപതിയിലല്ലേ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഞാനും പോയിട്ട് എനിക്കൊരു വോട്ട് കുത്തട്ടെ അല്ലെ, അത് നടക്കില്ല. സോ നോക്കൂ, MLA-മാരുടെ മൂല്യം എന്ന് പറയുന്നത് പഠിച്ചു. 5 49 5 ഡിവൈഡഡ് ബൈ ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 543 പ്ലസ് രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 233. 543 233 കൂടി കൂട്ടുന്നു. ഈ പറയുന്ന വലിയൊരു
സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ 708.11 എന്ന് കിട്ടും. 708.11. അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 708 എന്നുള്ളതാണ് മൂല്യം. അപ്പൊ ഒരു MP-യുടെ വോട്ടിന്റെ മൂല്യം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ്? 708 ആണ്. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യം എത്ര എന്ന് ചോദിച്ചാൽ 152 ആണ്. ഇന്ത്യയിലെ ആകെ MLA-മാരുടെ വോട്ടിന്റെ മൂല്യം എത്ര എന്ന് ചോദിച്ചാൽ 5, 49, 49, 5 എന്ന് പഠിച്ചു വയ്ക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെ ലോക്സഭയിലെ ആകെ MP-മാരുടെ വോട്ടിന്റെ മൂല്യം വെറുതെ പഠിച്ചു വെച്ചാൽ മതി, വേണമെങ്കിൽ മാത്രം. ഇതുവരെയും PSC ചോദിച്ചിട്ടില്ല, ചോദിച്ചാലോ അത് കാരണം കൊണ്ട് പറഞ്ഞു തരാണ് കേട്ടോ. ലോകസഭയിലെ ആകെ MP-മാരുടെ വോട്ടുകളുടെ എണ്ണമാണ് 3, 8. പിന്നെ പഠിക്കാൻ എളുപ്പ 4, 4, 4, 4. എന്താണ് 3, 8, 8ന്റെ പകുതി 4, 4, 4, 4. 3, 8, 4, 4, 4, 4. 3, 8, 4, 4, 4, 4. പഠിക്കാൻ എളുപ്പല്ലേ? രാജ്യസഭയിലെ എണ്ണം എന്ന് പറയുന്നത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നോക്കൂ, 1, 6, 4. ഈ 1നെ 9 ആക്കി മാറ്റുക, 6, 4. വീണ്ടും 1, 6, 4, 9, 6, 4. പഠിക്കാൻ എളുപ്പല്ലേ? 1, 6, 4, 9, 6, 4. 6, 4, 6, 4. 6, 4, 6, 4. 1, 1, 1ന് പകരം 9 ആക്കുക. എളുപ്പല്ലേ? അപ്പൊ ലോകസഭയിലെയും രാജ്യസഭയിലെയും ആകെ മൂല്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ പാർലമെന്റിലെ വോട്ടുകളുടെ ആകെ മൂല്യം ചോദിച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. 549. അതുവരെയും കഴിഞ്ഞ കുറച്ചു മുമ്പ് പഠിച്ച പോലെ തന്നെ 549, 4 ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം മാറണല്ലോ. മനസ്സിലായോ? അതായത് MLA-മാരുടെ ആകെ വോട്ടിന്റെ മൂല്യത്തിൽ നിന്നും MP-മാരുടെ ആകെ വോട്ടിന്റെ മൂല്യം പഠിക്കുമ്പോൾ അവസാനത്തെ 2 നമ്പർ മാത്രം മാറ്റി 08 എന്നിട്ട് കൊടുത്താൽ മതി. 5, 49, 48. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ ആകെ വോട്ടുകൾ എത്രയാ? അതായത് ആകെ വോട്ടിന്റെ മൂല്യം എന്ന് പറയുന്നത് MP-മാരുടെയും MLA-മാരുടെയും ഒക്കെ കൂട്ടിച്ചേർത്ത് ആകെ വോട്ടുകളുടെ മൂല്യം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. അപ്പൊ എത്രയാ? 10,98,903. അത് പഠിക്കാൻ വലിയ മെത്തഡൊന്നുമില്ല, വെറുതെ കൂടെ വായിച്ചു പഠിക്കാം കേട്ടോ. 10,98,903. 10, 98, 903. 10, 98, 903. ഇതാണ് ആകെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഇന്ത്യയിലുള്ള വോട്ടുകളുടെ മൂല്യം എന്ന് പറയുന്നത്. കുറച്ച് പോയിന്റുകൾ കൂടി പഠിക്കാം. നമ്മുടെ കേരളത്തിൽ 152 മൂല്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ മൂല്യമുള്ള MLA ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. കാരണം പോപ്പുലേഷന്റെ പ്രൊപ്പോർഷനേറ്റ് അല്ലേ? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ് അല്ലേ? യെസ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ 208 ആണ് വോട്ടിന്റെ മൂല്യം. 208 പഠിച്ചു വെക്കാം. 208 ആണ് ഉത്തർപ്രദേശിലെ ഒരു വോട്ടിന്റെ മൂല്യം. അതുപോലെ ഏറ്റവും കുറവ് മൂല്യമുള്ള സംസ്ഥാനം സിക്കിമാണ്. സിക്കിമാണ് ഏറ്റവും കുറവ് വോട്ടിന്റെ ഏറ്റവും കുറവ് മൂല്യമുള്ളത്. MLA-യുടെ ഏറ്റവും കുറവ് മൂല്യമുള്ള സംസ്ഥാനം സിക്കിമാണ്. 7 ആണ് മൂല്യം. 7 ആണ് മൂല്യം. നമുക്ക് ഗോവ ചെറിയൊരു സംസ്ഥാനമാണ്. ഗോവയുടെ മൂല്യം 8 ആണ്. പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ പറഞ്ഞു എന്ന് മാത്രം. സിക്കിം 7 ആണ്. ഇനി ഈ വോട്ടുകളെല്ലാം രേഖപ്പെടുത്തുന്നത് ഇവർ MLA-മാരായിട്ട് MP-മാരായിക്കോട്ടെ, ഇവരെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് രഹസ്യ ബാലറ്റിലാണ്. ആരും അറിയാൻ പോവാത്ത രീതിയിൽ രഹസ്യ ബാലറ്റിലാണ് എന്ത് ചെയ്യുന്നത്? വോട്ട് രേഖപ്പെടുത്തുന്നത്. അത് MP-മാരുടെ ബാലറ്റിന്റെ നിറം എന്ന് പറയുന്നത് പച്ചയാണ്. പച്ച നിറത്തിലുള്ള ബാലറ്റാണ് MP-മാരെ ഉപയോഗിക്കുന്നതെങ്കിൽ MLA-മാർ ഉപയോഗിക്കുന്നത് അതാ പിങ്ക് നിറമാണ്. പിങ്ക് നിറം, പിങ്ക് നിറം, പച്ച നിറം, പിങ്ക് നിറം. അപ്പൊ പച്ച നിറമാണ് MP-മാരുടെ ബാലറ്റിന്റെ നിറമെങ്കിൽ പിങ്ക് നിറമാണ് MLA-മാരുടെ ബാലറ്റിന്റെ നിറം. ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല. ഹൈക്കോടതിയാണോ? അല്ല. അന്ന് ഉപരാഷ്ട്രപതിയാണോ? അല്ല. ആരാണത്? അത് സുപ്രീം കോടതിയാണ്. കേന്ദ്ര മന്ത്രിസഭയാണോ? അല്ല. ആരാണ്? സുപ്രീം കോടതി എന്ന് പറയുന്ന അനുച്ഛേദമാണ് 71. പഠിച്ചു വെക്കുക. 71 അനുച്ഛേദം 71 പറയുന്നു എന്താണ്? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കേണ്ടത് ആരാണ്? സുപ്രീം കോടതിയാണ്. പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി. പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. അനുച്ഛേദം 56ലേക്ക് കിടക്കാം. അനുച്ഛേദം 56 എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയുടെ കാലാവധിയെ കുറിച്ചാണ് പറയുന്നത്. എത്ര കാലാവധി നിങ്ങൾക്കറിയാം? 5 വർഷമാണ് അല്ലെ? രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാ? 5 വർഷം. അമേരിക്കൻ രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാ? 4 വർഷം. ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാ? 5 വർഷം. അമേരിക്ക 4, ഇന്ത്യ 5. ഇന്ത്യ വലുത് അല്ലെ? സോ 5 വർഷം. ഓക്കെ അല്ലേ? 56-നകത്ത് ക്ലോസുകളായിട്ട് ഇങ്ങനെ A-B-C എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. നോക്കാം. 5 വർഷം കാലാവധിയാണെങ്കിൽ കൂടിയും ഈ കാലാവധി അവസാനിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് 3 പോയിന്റുകളാണ് ഈ 56-ൽ പറയുന്നത്. ആദ്യത്തെ, കാലാവധി 5 വർഷത്തിന് മുമ്പ് എപ്പോ വേണമെങ്കിലും പ്രസിഡന്റിന് രാജിവെക്കാം. രാജിവെക്കുക എന്ന് പറയുന്നത് കാലാവധി തീരുന്നതിന് തുല്യമായി അല്ലെ? 3ാമത്തെ വർഷം എന്ത് ചെയ്യുന്നു? രാജിവെച്ചാൽ 3 വർഷം കൊണ്ട് അയാൾ തീർന്നു അല്ലെ? തീരല്ല, അയാളുടെ കാലാവധി തീർന്നു എന്ന് പറയാം അല്ലെ? സോ A എന്ന് പറയുന്നത്, ക്ലോസ് A എന്ന് പറയുന്നത് രാജിവെക്കാം.
ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്? വൈസ് പ്രസിഡന്റിന്. തൊട്ട് താഴെയുള്ള തൊട്ടപ്പുറത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന വൈസ് പ്രസിഡന്റിന്, ഉപരാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? രാജിക്കത്ത് സമർപ്പിക്കാം. ഉപരാഷ്ട്രപതി അത് വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആളെന്ത് ചെയ്യണം? ലോകസഭയിലെ ഹൗസ് ഓഫ് ദ പീപ്പിൾ അല്ലെ, ഹൗസ് ഓഫ് ദ പീപ്പിൾ അഥവാ ലോകസഭയുടെ സ്പീക്കറിനെ ആ കത്ത് കൈമാറണം. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ലോകസഭ സ്പീക്കറിനെ കൈമാറണം. അപ്പൊ രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? വൈസ് പ്രസിഡന്റിനാണ്. അത് ആർക്കാണ് വൈസ് പ്രസിഡന്റ് തിരിച്ചു കൊടുക്കേണ്ടത്? അത് ലോക്സഭാ സ്പീക്കർക്കാണ്. ഇത് എവിടെയാ പറയുന്നത്? അനുച്ഛേദം 56 ക്ലോസ് എ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഭാവിയിലെ PSC ചോദ്യങ്ങൾ ചിലപ്പോൾ ക്ലോസുകൾ എടുത്തു വെച്ച് ചോദിക്കും. മുമ്പൊന്നും ഇത് ചോദിക്കാറില്ല. 56A ഒന്നും ചോദിക്കാറില്ല. 56 മാത്രമേ ചോദിക്കൂ. പക്ഷെ 56A ചോദിച്ചാൽ പോലും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. 56B എന്ന് പറയുന്നത് രണ്ടാമത്തെ കാലാവധി പോകാനുള്ള സാധ്യത. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷത്തിന് മുമ്പേ തീരാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റ് ആണ്. അപ്പൊ പഠിച്ചവരൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഇംപീച്ച്മെന്റ് ഇവിടെയല്ലല്ലോ, ഇവിടെയല്ല, അതെവിടെ വേറെ എവിടെയാണല്ലോ, ഇവിടെയാണോ? അല്ല, 61 പറയുന്നത്. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പറയുന്നത് അനുച്ഛേദം 61 എങ്കിൽ കൂടിയും 56 ക്ലോസ് ബിയിൽ എന്ത് പറയുന്നു? കാലാവധി തീരാനുള്ള ഒരു കാരണമായി ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഭരണഘടനയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് അനുച്ഛേദം 61 പ്രകാരം, അവിടെ എടുത്തു പറയുന്നുണ്ട്, അനുച്ഛേദം 61 പ്രകാരം ഇംപീച്ച് ചെയ്താലും കാലാവധി അവസാനിക്കുമെന്നാണ് 56B പറയുന്നത്. 56C എന്താ പറയുന്നത്? കാലാവധി കഴിഞ്ഞാലും, ഇത്രയും നേരം പറഞ്ഞത് കാലാവധി കഴിയാനായിട്ട് മുമ്പുള്ള കാര്യമാണ്. കാലാവധി കഴിഞ്ഞാലും മുമ്പ് കാലാവധി തീരുന്ന കാര്യം പറയണേ. സീൽ എന്താ പറയുന്നത് അറിയോ? കാലാവധി കഴിഞ്ഞാലും കാലാവധി കഴിയാത്ത കാര്യം പറയണേ. അതെങ്ങനെയാ? കാലാവധി കഴിഞ്ഞിട്ടും പുതിയ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പുതിയ രാഷ്ട്രപതി സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെയും ഇപ്പോഴത്തെ രാഷ്ട്രപതിക്ക് തുടരാം. മനസ്സിലായോ? 5 വർഷം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യാം? ആ പുതിയ രാഷ്ട്രപതി വന്നിട്ടില്ലെങ്കിൽ ആ സീറ്റിൽ നിന്ന് എണീക്കണ്ട, അത് അവിടെ തന്നെ ഇരിക്കാം കേട്ടോ. അതാണ് 56C പറയുന്നത്. ഇനി 57 എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രപതി എത്ര പ്രാവശ്യം ഒരാൾക്ക് രാഷ്ട്രപതി ആവാം? അപ്പൊ അമേരിക്കയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കാലാവധി 4 വർഷമാണ്. 2 പ്രാവശ്യമേ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ രാഷ്ട്രപതി ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും രാഷ്ട്രപതി ആവാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യാം? രാഷ്ട്രപതി ആവാം. 57 പറയുന്നു റീ ഇലക്ഷൻ. എത്ര പ്രാവശ്യം വേണമെങ്കിൽ റീ ഇലക്ട് ചെയ്യാം. വീണ്ടും എന്ത് ചെയ്യാം? ഇലക്ഷൻ മത്സരിക്കുക. ഇതേ പ്രോസസ്സിലൂടെ വീണ്ടും രാഷ്ട്രപതി ആവാം. പക്ഷേ ഹൈറാർക്കി പോലെ അങ്ങോട്ട് ഞാൻ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പുത്രൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് റിപ്പബ്ലിക് അല്ലാണ്ടായി മാറി, നമ്മുടെ റിപ്പബ്ലിക് അഗെയിൻസ്റ്റ് ആയി മാറും. സോ എന്ത് ചെയ്യണം? ഓരോ 5 വർഷം കഴിയും നിശ്ചിത കാലാവധിയിൽ വീണ്ടും ഇൻഡയറക്ട്ലി അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഒരൊറ്റ വ്യക്തിയുള്ളൂ. അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 പ്രാവശ്യം രാഷ്ട്രപതിയായ ഒരൊറ്റ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പഠിച്ചു വെക്കുക. ഇനി 58 കിടക്കാം. 58 പഠിച്ചു വെക്കുക. 58 ക്ലോസ് 1 സബ് ക്ലോസ് A. 58 തന്നെ തിരിച്ചിരിക്കുകയാണ്. ക്ലോസ് 1 ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിനകത്ത് സബ് ക്ലോസ് A ആയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ രാഷ്ട്രപതിയുടെ ക്വാളിഫിക്കേഷൻ ആണ്. 58 എന്താ പറയുന്നത്? രാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുന്നത് ആർക്കൊക്കെ രാഷ്ട്രപതിയാകാം എന്നുള്ളതാണ്. അത് ക്ലോസ് 1 A പറയുന്നു ഇന്ത്യൻ പൗരനാവണം. എളുപ്പല്ലേ? B പറയുന്നു 35 വയസ്സെങ്കിലും ആവണം. 35 വയസ്സെങ്കിലും ആവണം എന്ന് പറയുന്നു B. 35 വയസ്സ്. 58 ക്ലോസ് 1 A പറയുന്നു ഇന്ത്യൻ പൗരനാവണം. B പറയുന്നു 35 വയസ്സാവണം. C പറയുന്നു ലോകസഭ അംഗമാവാനുള്ള യോഗ്യതയെങ്കിലും ഇദ്ദേഹത്തിന് ഉണ്ടാവണം. എന്ത് വേണം? ലോകസഭാ അംഗം. രാജ്യസഭയല്ല, പഠിച്ചു വെക്കുക. ലോകസഭാ അംഗമാവാനുള്ള യോഗ്യത വേണം. ആർക്ക്? ഈ പറയുന്ന രാഷ്ട്രപതിക്ക്. അപ്പൊ 3 യോഗ്യതകൾ പഠിച്ചോ. 1 ഇന്ത്യൻ പൗരനാവണം, 2 35 വയസ്സാവണം, 3 ലോകസഭ അംഗമാവാനുള്ള യോഗ്യത വേണം. പിന്നൊന്ന് എന്ത് ആവാൻ പാടില്ല എന്ന് 58 ക്ലോസ് 2 പറയുന്നുണ്ട്. 58 ക്ലോസ് 2 പറയുന്നു ആദായം പറ്റുന്ന പദവി വഹിക്കാൻ പാടില്ല. എവിടെയും തന്നെ ആദായം പറ്റുന്ന അല്ലെങ്കിൽ വരുമാനമുള്ള ഒരു പദവി സംസ്ഥാന ഗവൺമെന്റിലോ അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അതർ അതോറിറ്റീസിലോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ആദായം പറ്റുന്ന പദവി വഹിക്കാൻ പാടില്ല എന്ന് 58 ക്ലോസ് 2 പറയുന്നു. ഇതുകൂടാതെ ഈ ഓഫീസിന്റെ, രാഷ്ട്രപതി ഓഫീസിന്റെ കുറച്ച് വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മുടെ അനുച്ഛേദം 59 പറയുന്നത്. നമ്മുടെ ആർട്ടിക്കിൾ 59 എന്ന് പറയുന്നു രാഷ്ട്രപതിയെ കുറിച്ചുള്ള കുറച്ച് വ്യവസ്ഥകൾ പറയുന്നു. ഏതെല്ലാം വ്യവസ്ഥകളാന്ന് നോക്കാം. 59 ക്ലോസ് 1 പറയുന്നു ലോക്സഭ, രാജ്യസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ അംഗമാവരുത്.
ലോകസഭയിലെയോ രാജ്യസഭയിലോ സംസ്ഥാന നിയമസഭകളിലെയോ അംഗമായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ രാഷ്ട്രപതി ആവാൻ പറ്റില്ല. ഇനിയിപ്പോ അങ്ങനെ ആവാണെങ്കിൽ തന്നെ അപ്പുറത്തെ എന്ത് ചെയ്യണം, റിസൈൻ ചെയ്ത് കളഞ്ഞേക്കണം. അവിടെ നിന്ന് എന്ത് ചെയ്യണം, റിസൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ രാഷ്ട്രപതി ആവാൻ പറ്റുള്ളൂ എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ മറ്റു പദവികൾ വഹിക്കാൻ പാടില്ല. രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നു മറ്റൊരു പദവി, രാഷ്ട്രപതി എന്നുള്ളതല്ലാതെ മറ്റൊരു പദവിയും തന്നെ വഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ ആർട്ടിക്കിൾ ആണ് 59 ക്ലോസ് 2. 59 ക്ലോസ് 3 പറയുന്നു, നോക്കൂ, ഔദ്യോഗിക വസതി എന്ന് പറയുന്നത് അവർക്കൊരു ഔദ്യോഗിക വസതി ഉണ്ടാവും. അറിയാവുന്ന കാര്യം അല്ലെ, ചെറിയ ചെറിയ ഒരുവിധം വലിയ പോസ്റ്റുകളായിട്ടുള്ള ചെറിയ ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള ആൾക്കാർക്ക് പോലും ഒന്നുണ്ട് സൗജന്യമായിട്ടുള്ള ഔദ്യോഗിക വസതികളുണ്ട് അല്ലെ. അപ്പൊ രാഷ്ട്രപതിക്ക് എന്തായാലും ഉണ്ടാവില്ല, പൈസ ഒന്നും കൊടുക്കണ്ട, വിത്തൗട്ട് റെന്റ് എന്ത് ചെയ്യാം, ഔദ്യോഗിക വസതി ഉണ്ടാവും. അതുപോലെ തന്നെ പല അലവൻസുകൾ ഉണ്ടാവും. രാഷ്ട്രപതിയുടെ അലവൻസിനെ കുറിച്ചും മറ്റേ സാലറി പെർക്സ് ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം എവിടെയാ പരാമർശിക്കുന്നത്, രണ്ടാം പട്ടികയിലാണ്, രണ്ടാം ഷെഡ്യൂളിലാണ്, നമ്മുടെ ഭരണഘടനയിലെ രണ്ടാം പട്ടികയിലാണ് രാഷ്ട്രപതിയുടെ അലവൻസുകളെ കുറിച്ചും മറ്റ് അമോളുമെന്റ്സിനെ കുറിച്ചും എല്ലാം പറയുന്നത് ആ രണ്ടാം പട്ടികയിലാണ്. അപ്പോ അനുച്ഛേദം 59 ക്ലോസ് 3 പറയുന്നത് ഔദ്യോഗിക വസതി ഉണ്ടാവണം, അതുപോലെ തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ, അലവൻസുകൾ അല്ലെങ്കിൽ മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ടാവണമെന്ന് 3 പറയുന്നു. 4 പറയുന്നു, 59 ക്ലോസ് 4 പറയുന്നു അവര് രാഷ്ട്രപതിയായിട്ട് വരുന്ന സമയത്ത് ആ രാഷ്ട്രപതിയുടെ വേതനം അല്ലെങ്കിൽ സാലറി എത്രയാണോ അല്ലെങ്കിൽ അലവൻസുകൾ എത്രയാണോ അത് ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല, കൂട്ടാം. അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോവാം, കൂട്ടാം. അവരുടെ പദവിയുടെ കാലാവധിയിൽ അവരുടെ വേതനവും അലവൻസും ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് 59 ക്ലോസ് 4 എന്ന് പറയുന്നത്. 59 ക്ലോസ് 4 ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ സാലറി എന്ന് പറയുന്നത് എത്രയാ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സാലറി എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. നിലവിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സാലറി എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ഇവര് പെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, പെൻഷൻ ആവുമ്പോൾ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷനായി അല്ലെ, 5 വർഷം ഒരു ടേം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പെൻഷനായി. പെൻഷൻ എന്ന് പറയുന്നത് എത്രയാ? സാലറിയുടെ 50%. എത്രയാണോ അവസാനം ഡ്രോ ചെയ്ത സാലറി അതിന്റെ 50% എന്ന് പറയുന്നത് പെൻഷനാണ്. മാത്രമല്ല പെൻഷൻ സമയത്ത് അവരുടെ വസതിക്കോ മറ്റു ഓഫീസിനോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, മറ്റ് പല കാര്യങ്ങൾക്കുമായിട്ട് പല ആവശ്യങ്ങൾക്കുമായിട്ട് 1 ലക്ഷം രൂപയോളം അവർക്ക് അലവൻസ് ആയിട്ട് കിട്ടും. ഇതൊന്നും ആവശ്യമില്ല, PSC ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കാമെന്ന് മാത്രം. രാഷ്ട്രപതിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രപതിയെ കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ, അവരുടെ അധികാര പരിധികൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രാഷ്ട്രപതിയെ കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അനുച്ഛേദം 52 രാഷ്ട്രപതി, ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ട് എന്ന് പറഞ്ഞു. അനുച്ഛേദം 53 ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആണെന്ന് പറഞ്ഞു. 54 തെരഞ്ഞെടുപ്പ് പറഞ്ഞു. 55 തെരഞ്ഞെടുക്കപ്പെടുന്ന രീതിയെ കുറിച്ച് പറഞ്ഞു. 56 കാലാവധിയെ കുറിച്ച് പറഞ്ഞു. 57 എന്ന് പറയുന്നത് എത്ര തവണ ആണ് നമുക്ക് ഒരു രാഷ്ട്രപതിക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റും, ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം രാഷ്ട്രപതി ആവാൻ പറ്റുമെന്ന് 57 പറഞ്ഞു. 58 എന്ന് പറയുന്നു, 58 പറയുന്നത് ആദായം പറ്റുന്ന പദവികൾ, അതുപോലെ തന്നെ ഒരു രാഷ്ട്രപതിക്ക് ആവണമെങ്കിൽ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണമെന്ന് അല്ലെ, അത് പറയുന്നത് ഇന്ത്യൻ പൗരനാവണം, 35 വയസ്സാവണം, അതുപോലെ തന്നെ ലോക്സഭാ അംഗമാവാനുള്ള ഒരു യോഗ്യത ഉണ്ടാവണം, മറ്റു ആദായം പറ്റുന്ന പദവികൾ വഹിക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നതാണ് 58. 59 എന്ന് പറയുന്നത് ഇവരുടെ രാഷ്ട്രപതിയുടെ ചില സേവന വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 59. ഇപ്പൊ രാഷ്ട്രപതി തീരുന്നില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.